നമസ്തേ. ഇന്ന് ഗുരുപൂർണിമ സുദിനം. ഭഗവാൻ വേദവ്യാസന്റെ ജയന്തി നമ്മൾ ഗുരുപൂർണിമയായിട്ട് സമാചരിക്കുകയാണ്. വാസ്തവത്തില് നമ്മുടെ ഗുരുപരമ്പരയ്ക്ക് ആദിയോ അന്തമോ ഇല്ല. സദാശിവ സമാരംഭം അല്ലെങ്കിൽ നാരായണ സമാരംഭം എന്നൊക്കെ ഈശ്വരനിൽ നിന്ന് തന്നെ ആരംഭിച്ചതായിട്ടാണ് നമ്മൾ ഗുരുപരമ്പരയെ മാനിക്കുന്നത്. അങ്ങനെ തുടർന്ന് നമ്മുടെ ഗുരുനാഥനിൽ എത്തി നിൽക്കുന്ന ഗുരുപരമ്പര അത് കാലം മുന്നോട്ട് പോകുന്തോറും നീണ്ടു പോകും. ഒരിക്കലും അതിന് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടില്ല, അതിന് അവസാനം ഇല്ല, അതങ്ങനെ തുടരും. ഈ പരമ്പരയെ മുഴുവൻ തന്നെ നമ്മൾ വിശേഷമായി വന്ദിക്കുന്ന സന്ദർഭമാണ് ഗുരുപൂർണിമ. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുപരമ്പരയ്ക്ക് ആദിയും അന്തവും ഒന്നും ഇല്ലെങ്കിലും അതിന്റെ വലിയൊരു പ്രാതിനിധ്യം നമ്മൾ ഭഗവാൻ വേദവ്യാസനിൽ കാണുകയാണ്. വേദങ്ങളെ വ്യസിച്ച, പുരാണങ്ങളെ രചിച്ച, ഇതര ശാസ്ത്രങ്ങളെയും അനുഗ്രഹപൂർവ്വം നമുക്ക് തന്ന ഭഗവാൻ വേദവ്യാസൻ. ആ വ്യാസ ഭഗവാന്റെ ജയന്തി സകല ഗുരുപരമ്പരയെയും നമിക്കുന്നതിനുള്ള സന്ദർഭമായി നമ്മൾ വിനിയോഗിക്കുകയാണ്. ഒന്ന് മാത്രം ചിന്തിക്കുക, നമുക്ക് എന്തുണ്ടോ, നമ്മൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്ക് പിതൃക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ലഭിച്ചതാണ്. നമ്മൾ ഏതവസ്ഥയിലാണോ ഇന്ന് അതെല്ലാം പിതൃക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും ലഭിച്ചതാണ്. ഗുരുക്കന്മാർ തന്ന അറിവാണ് നമ്മളെ നമ്മളാക്കിയിട്ടുള്ളത്. ആ ഒരു തിരിച്ചറിവോട് കൂടി നമുക്ക് കൃതജ്ഞതയുള്ളവരാകാം. എല്ലാ ഗുരുനാഥന്മാരെയും നമുക്ക് നമിക്കാം. അതിനുള്ള ഒരു സന്ദർഭമാണിത്. എല്ലാവിധ സ്നേഹവും ശുഭസങ്കല്പങ്ങളും എല്ലാവർക്കും സമർപ്പിക്കട്ടെ. ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.